സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ തിളങ്ങി 24. മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് ലഭിച്ചു. 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷാണ് മികച്ച വാർത്താ അവതാരക. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവർക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഗിരീഷ്, 24നെ സംബന്ധിച്ച് അഭിമാനമുണ്ടാക്കുന്നതും സന്തോഷം തരുന്നതുമാണ് പുരസ്കാരത്തിലൂടെയുള്ള ഈ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം 24 ഇത്തവണ 4 പുരസ്കാരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മികച്ച കോമ്പയറായി ആർ ശ്രീകണ്ഠൻ നായർ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന 24 ന്യൂസിലെ പ്രഭാത പരിപാടിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ വളരെ സരസവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിനാണ് പുരസ്കാരമെന്ന് ജൂറി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം മികച്ച വാർത്താ അവതാരകയായി നെയും തെരഞ്ഞെടുത്തു. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. ഉച്ചവാർത്ത, സന്ധ്യവാർത്ത എന്നീ പരിപാടികൾക്കാണ് അവാർഡ് നൽകുന്നത്. വാർത്തകളെ വ്യക്തവും സ്പഷ്ടവും അനായാസമായി അവതരിപ്പിക്കുന്ന മികവിനാണ് പുരസ്കാരം എന്നുള്ളതാണ് ജൂറിയുടെ വിലയിരുത്തൽ. മറ്റ് 2 പുരസ്കാരങ്ങൾ കൂടി 24 ലഭിച്ചിട്ടുണ്ട്. ഇതിന് കറണ്ട് അഫയേഴ്സ് ആങ്കർ വിഭാഗത്തിൽ കെ ആർ ഗോപികൃഷ്ണൻ അവാർഡിന് അർഹനായി. പരിപാടി ഫൈനൽ റൗണ്ട് അപ്പ് എന്ന 24 ന്യൂസിലെ പരിപാടിയാണ്. റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈനിൽ കുടുങ്ങിപ്പോയ മലയാള വിദ്യാർത്ഥികളുടെ ദുരവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലും അവർക്ക് ആത്മവിശ്വാസം പകരുന്ന വിധത്തിലുമുള്ള അവതരണ മികവിനാണ് അവാർഡ് നൽകുന്നതെന്നും ജൂറി വിലയിരുത്തുന്നു. മറ്റൊന്ന് അഭിമുഖത്തിൽ ദീപക് ധർമ്മടത്തിനാണ് പ്രത്യേക ജൂറി പരാമർശം. നയം വ്യക്തമാക്കി കോഴിയേരി എന്ന അഭിമുഖ പരിപാടിക്കാണ് ദീപക് ധർമ്മടത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. പി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവാർഡ് തിളക്കത്തിലാണ് 24. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മികച്ച അവതാരകനാകുന്നു ആർ ശ്രീകണ്ഠൻ നായർ. മികച്ച വാർത്താ അവതാരക അനുജ രാജേഷ്. പ്രത്യേക പരാമർശങ്ങൾ, ജൂറിയുടെ പ്രത്യേക പരാമർശങ്ങൾ 24-ൽ 2 ജൂറി പരാമർശങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ 4 പുരസ്കാരങ്ങൾ 24-ന് ഇത്തവണ ലഭിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം 24-ന് മികച്ച തിളക്കത്തിൽ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് വി എ ഗിരീഷ് നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അവാർഡ് തിളക്കത്തിലാണ്, പുരസ്കാര തിളക്കത്തിലാണ് ഇപ്പോൾ 24-ന് 4 പുരസ്കാരങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്കാണ് ഇക്കുറി. 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷാണ് മികച്ച വാർത്താ അവതാരക. 2 പരാമർശങ്ങൾ കൂടിയുണ്ട്. കെ ആർ ഗോപികൃഷ്ണൻ, അതോടൊപ്പം തന്നെ ദീപക് ധർമ്മടം എന്നിവർക്കാണ് പ്രത്യേക പരാമർശം ഉള്ളത്. ഗിരീഷ്, ആ അവാർഡ് വിവരങ്ങൾ ഒരിക്കൽ കൂടി ഗിരീഷ്. ഗോപികൃഷ്ണൻ 24-ന് 2022 സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപനത്തിലാണ് 24-ന് ഇത്തരം പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ പുരസ്കാര തിളക്കത്തിൽ തന്നെയാണ് 24. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മികച്ച കോമ്പയറായി ആർ ശ്രീകണ്ഠൻ നായർ, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തിരഞ്ഞെടുത്തിരിക്കുന്നു. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പ്രഭാത പരിപാടിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ വളരെ സരസവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിനാണ് പുരസ്കാരമെന്ന് ജൂറി പ്രത്യേകമായി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം മികച്ച വാർത്താ അവതാരകയായി അനുജ രാജേഷിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഉച്ചവാർത്ത, സന്ധ്യവാർത്ത എന്നിവ പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ അനുജ രാജേഷിന് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വാർത്തകളെ വ്യക്തവും സ്പഷ്ടവും അതോടൊപ്പം തന്നെ അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിനാണ് പുരസ്കാരമെന്ന് ജൂറി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം 2 പ്രത്യേക ജൂറി പരാമർശങ്ങൾ കൂടി 24 അർഹമായിരിക്കുന്നു. ഇതിൽ മികച്ച കറണ്ട് അഫയേഴ്സ് ആങ്കറായി കെ ആർ ഗോപികൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫൈനൽ റൗണ്ട് അപ്പ് എന്ന 24 സംപ്രേഷണം ചെയ്ത പരിപാടിക്കാണ് ഇപ്പോൾ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈനിൽ കുടുങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥികളുടെ ദുരവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലും അവർക്ക് ആത്മവിശ്വാസം പകരുന്ന വിധത്തിലുമുള്ള അവതരണ മികവിനാണ് പുരസ്കാരം എന്നുള്ളതാണ് ജൂറി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് അഭിമുഖം ദീപക് ധർമ്മടത്തിനാണ്. അഭിമുഖം ആസ്പദമാക്കിയാണ് ദീപക് ധർമ്മടത്തിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നയം വ്യക്തമാക്കി കോഴിയേരി എന്ന 24 ന്യൂസ് സംപ്രേഷണം ചെയ്ത അഭിമുഖമാണ് ദീപക് ധർമ്മടത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും സൗമ്യവും ആധികാരികവുമായ ചോദ്യങ്ങളിലൂടെ അനാവരണം ചെയ്ത അഭിമുഖ മികവിനാണ് ദീപക് ധർമ്മടത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ.
ശരി, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കുറി സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ അവാർഡിന്റെ പുരസ്കാര തിളക്കത്തിൽ നിൽക്കുന്നു 24. 4 പുരസ്കാരങ്ങളാണ് ഇക്കുറി 24-നുള്ളത്.